2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഈ കോൺഗ്രസിലുള്ള സന്ദീപ് വാര്യര് എവിടെ മത്സരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ചിലർ നോക്കിക്കൊണ്ട് നടക്കുന്നത്, പ്രത്യേകിച്ച് BJP-ക്കാർ. കാരണം BJP-യിൽ നിന്നാണല്ലോ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് സന്ദീപ് വാര്യര് കോൺഗ്രസിലേക്ക് ചേക്കേറിയത്. അങ്ങനെ കോൺഗ്രസ്സുകാരെന്തൊക്കെയോ വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകി ഇപ്പം തോളിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. എപ്പോഴാണ് താഴെ ഇടുന്നതെന്ന് നമുക്കറിയത്തില്ല. കാരണം കോൺഗ്രസിലെന്ന് പറഞ്ഞാൽ അപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവമാണുള്ളത്. അതുകൊണ്ട് സന്ദീപ് വാര്യര് അങ്ങ് വലിയ രീതിയിൽ നഹളിക്കേണ്ട, അവരെപ്പട്ടപ്പോന്ന് താഴെ ഇടുമെന്നുള്ളതും കൂടി നോക്കി കണ്ട് നിന്നാൽ നന്നായിരിക്കും. ഇത് BJP-ക്കകത്തൊരു വലിയ കലഹം ഉണ്ടാക്കിയാണ് ഇങ്ങനെ ഇറങ്ങിയത്. ഈ ചില സ്ഥാനമോഹങ്ങളൊക്കെ ഉണ്ടല്ലോ, എല്ലാത്തിൻ്റെയും അവസാനം അതുതന്നെയാണല്ലോ. എന്നിട്ട് ചെന്നെത്തിയത് എവിടെയാണ്? ഈ സ്ഥാനമോഹികളുടെ ഇടയിലാണ്. അവിടെയാണെങ്കിൽ സ്ഥാനത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറെടുക്കുന്നവരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഇടമാണ്. അവിടോട്ട് തന്നെ ചെന്ന് ചാടിക്കൊടുക്കുകയും ചെയ്തു. എന്തായാലും സന്ദീപ് വാര്യർ ഇപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇടയ്ക്ക് സുരേന്ദ്രനെ വെല്ലുവിളിച്ചു, തൃശ്ശൂരോട്ട് വാ, നമുക്ക് തൃശ്ശൂരിൽ കാണാം എന്നുള്ള രീതിയിൽ. സന്ദീപ് വാര്യർ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു തൃശ്ശൂർ BJP-യുടെ മണ്ഡലമായതൊന്നും. ഇനി അത് നിയമസഭയിൽ കൂടി വന്നു കഴിഞ്ഞാൽ മതി. അത് കഴിഞ്ഞിപ്പോൾ സന്ദീപ് വാര്യർ നോട്ടമിടുന്നത് തവന്നൂർ മണ്ഡലമാണ്. കാരണം മലപ്പുറം ജില്ലയിൽ അല്പം ഹൈന്ദവ വോട്ടുകൾ കൂടുതലുള്ള മണ്ഡലമാണ് തവന്നൂര്. അവിടെ KT ജലീലാണ് അവിടുത്തെ MLA. കഴിഞ്ഞ തവണ 2500-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലാസ്റ്റ് റൗണ്ട് വരെയും മുൾമുനയിൽ നിർത്തിയിരുന്ന ഒരു മണ്ഡലമാണ്. ഫിറോസ് ആയിരുന്നു ജലീലിനെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥി. അപ്പോൾ അവിടെ ഫിറോസിന് വിജയസാധ്യത വരെ കണ്ടിരുന്ന ഇടമാണ്. സന്ദീപ് വാര്യര് ഇപ്പോൾ ലീഗിന്റെ കോട്ടയിലാണ് പോയി നിൽക്കാൻ താല്പര്യപ്പെടുന്നത്. ഈ വാര്യര് ഇങ്ങോട്ടേക്ക് പോന്നു കഴിഞ്ഞപ്പോൾ ആദ്യം പോയത്, ഇവിടെ ഇന്ദിരാഭവനിലൊക്കെ വരുന്നതിന് മുമ്പ് നേരെ പോയത് പാണക്കാട്ട് സാദിഖ് അലി തങ്ങളുടെ പാദം തൊട്ടു തൊഴാനായി. അവിടെ നമസ്കരിച്ചു, സാഷ്ടാംഗം നമസ്കരിച്ചു, ഏത്തമിട്ടു. അങ്ങനെ ഇനിയും എത്ര കാലം കോൺഗ്രസിനകത്തുണ്ടോ അത്രയും കാലം ഏത് കാര്യവും തുടക്കം കുറിക്കുന്നത് ഇവിടെ നിന്ന് ആയിരിക്കത്തുള്ളൂ എന്ന് സാദിഖ് അലിയുടെ കൈതൊട്ട് സത്യവും ചെയ്തു. അങ്ങനെ അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗുമായിട്ട് വലിയൊരു ബന്ധം സ്ഥാപിച്ചിട്ട് സന്ദീപ് വാര്യര് ഇപ്പോൾ തവന്നൂരിൽ മത്സരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. 2008 നിലവിൽ വന്ന മണ്ഡലമാണ്. അപ്പോൾ 2021 KT ജലീലിന് 2500-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ തീർച്ചയായിട്ടും CPM സ്വതന്ത്രനായിരുന്നു. ഇപ്പോൾ ഈ ഒരു ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ട്. ഇതൊക്കെ മുതലെടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ സുഖമായി വിജയിക്കാമെന്ന് വാര്യര് കണക്ക് കൂട്ടുന്നുണ്ട്. UDF അത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. അതില്ലെങ്കിൽ പോലും സ്വയം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ അവിടെ കഴിഞ്ഞ തവണ 2021 BJP-ക്ക് ഒരു 15,000 വോട്ട് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഈ BJP-യിൽ ഒരു വിഭാഗം ഇപ്പോഴും സന്ദീപ് വാര്യരോടൊപ്പം മനസ്സുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ 15,000 വോട്ടിൽ BJP നേടിയ ആ വോട്ടിൽ പോലും ഒരു വിള്ളൽ വീഴ്ത്തി അത് തനിക്ക് കുറച്ച് അനുകൂലമാക്കി മാറ്റാൻ കഴിയും എന്നും സന്ദീപ് വാര്യര് കരുതുന്നുണ്ട്. കഴിഞ്ഞ തവണ തന്നെ ജലീലിനെ ഒന്ന് വിറപ്പിച്ച മണ്ഡലമാണ് ഈ തവന്നൂര്. ജലീൽ തോറ്റു എന്ന് കരുതിയതാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന
പല പ്രവചനങ്ങളിലും പറഞ്ഞിരുന്നത് KT ജലീൽ പരാജയപ്പെടും എന്നാണ്. അതാണ് അവസാന നിമിഷം വരെയും മുൾമുനയിൽ നിർത്തിയിരുന്നു എന്നുള്ളതാണ്. അപ്പം ഈ KT ജലീല് ഇനിയും മത്സരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇടയ്ക്ക് പിന്മാറി എന്ന് പറഞ്ഞു. ഇനി താൻ മത്സര രംഗത്തില്ല. CPM-ഉമായിട്ട് ഒരു ഈർഷ്യയൊക്കെ നിന്നു. കാരണം ലോകായുക്തയിലൂടെ അദ്ദേഹത്തിന് വിധി വന്ന് രാജിവെക്കേണ്ടി വരികയൊക്കെ ചെയ്തു. അപ്പോൾ ഒരു മന്ത്രിസഭയിൽ തന്നെ പലർക്കും പല നീതി എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രതിഷേധമൊക്കെ രേഖപ്പെടുത്തി. അപ്പോൾ ഒരല്പം അകൽച്ചയിൽ നിന്നു എന്നുള്ളതാണ്. ഇപ്പോഴും ആ അകൽച്ചയും ഒരു ഈർഷ്യയൊക്കെ ഉണ്ട് മനസ്സിൽ. പക്ഷേ ഈ സമീപ സമയത്ത് അദ്ദേഹം പ്രഖ്യാപിച്ചു, ഞാൻ വീണ്ടും മത്സരിക്കും തവന്നൂരിൽ നിന്ന് തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഭരണവിരുദ്ധ വികാരം ജലീലിലേക്ക് പ്രതിഫലിക്കും. അല്ലാതെ ജലീലിന് വേറെ തരത്തിലുള്ള വോട്ട് സമാഹരിക്കാനൊന്നും കഴിയുകയുമില്ല. ലീഗിന്റെ പിന്തുണയും ഇവിടെ സന്ദീപ് വാര്യർക്ക് നല്ലവണ്ണം ഉണ്ട്. അപ്പോൾ ഈ ചിലരൊക്കെ ഈ ലീഗിന്റെ കോട്ടകളിൽ പോയി നിൽക്കുന്നത് തന്നെ എന്തെന്ന് ചോദിച്ചാൽ അവരുടെ വോട്ട് ഉറപ്പാണ്. ഇപ്പൊ മുരളീധരൻ തന്നെ നിയമസഭയിലേക്ക് മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് ലീഗിന്റെ കോട്ടയിൽ തന്നെ പോയി നിൽക്കാനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഗുരുവായൂർ നോക്കി വെച്ചിരിക്കുന്നത്. വടക്കേ മലബാർ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള കോൺഗ്രസ് MLA-മാരൊക്കെ തന്നെ ലീഗിന്റെ പിൻബലത്തിൽ വന്നിട്ടുള്ളവരാണ്. അല്ലാതെ അവർക്ക് ഒറ്റയ്ക്ക് നിന്നൊന്നും മത്സരിച്ച് വിജയിച്ച് കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ സന്ദീപിന് പലതരത്തിലുള്ള അനുകൂല ഘടകം ഈ തവന്നൂർ മണ്ഡലത്തിലുണ്ട് എന്ന് കണക്ക് കൂട്ടുന്നു. ഒന്ന്, ഭരണവിരുദ്ധ വികാരം. 2, ലീഗിൻ്റെ കോട്ടയിൽ വിള്ളൽ വീഴ്ത്താൻ സാധിക്കില്ല. 3, മലപ്പുറം ജില്ലയിൽ ഹിന്ദു വോട്ടുകൾ കൂടുതലുള്ള ഒരു മണ്ഡലം കൂടിയാണ്. 4, BJP കഴിഞ്ഞ തവണ നേടിയതിൽ നല്ല പങ്ക് വോട്ട് തനിക്ക് വിഭജിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയും സന്ദീപ് വാര്യർക്ക് ഉണ്ട്. അതുകൊണ്ടാണ് വാര്യർ ഇവിടെ തന്നെ മത്സരിക്കാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ ഈ പറഞ്ഞതുപോലെ KT ജലീലിനെ നല്ല രീതിയിൽ വിറപ്പിച്ചു. അവിടെ ഭൂരിപക്ഷം കുറയ്ക്കാനായിട്ടും ഫിറോസിന് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ BJP അവിടെ നിർത്തുന്ന സ്ഥാനാർത്ഥി ആരായാൽ പോലും സന്ദീപ് വാര്യർ കണക്ക് കൂട്ടുന്നത് കുറച്ചോട്ട് അതിൽ തനിക്ക് വ്യക്തിപരമായി പിടിക്കാൻ കഴിയും എന്നാണ്. കാരണം സന്ദീപ് വാര്യരുടെ ചില നയങ്ങളോടും മറ്റും BJP-യിൽ നിൽക്കുന്ന ചിലർക്ക് ഇപ്പോഴും അനുഭാവമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ തരത്തിൽ വോട്ട് തനിക്ക് സമാഹരിക്കാൻ കഴിയും. അത് തൻ്റെ വിജയം ഉറപ്പിക്കുന്നതായിരിക്കും എന്നും സന്ദീപ് വാര്യർ കാണുന്നുണ്ട്. ഇനിയും തവന്നൂർ തന്നെ ഇതിലിപ്പോൾ പറയുന്ന പല മണ്ഡലങ്ങളും പറഞ്ഞു. പാലക്കാട് മത്സരിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ തൃശ്ശൂര്, ഇപ്പോൾ തവന്നൂരിൽ എത്തി. ഇപ്പോൾ ഇതിൽ ഏറെ സാധ്യത കാണുന്നത് തവന്നൂരിലാണ്. കാരണം സന്ദീപ് വാര്യർക്കും അതായിരിക്കും താല്പര്യം കൂടുതൽ. ലീഗിന്റെ കോട്ടയിൽ വന്ന് മത്സരിക്കുക, ലീഗിന്റെ വോട്ട് ഉറപ്പായും കിട്ടും എന്നുള്ള വിശ്വാസവും ഇവർക്കൊക്കെ, ഇങ്ങനെയുള്ളവർക്ക് ഉണ്ട്. അതിൽ ആർക്കും വിള്ളൽ വീഴ്ത്താൻ കഴിയില്ല എന്നുമാണ് അവർ കണക്ക് കൂട്ടുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.